നമസ്കാരം. തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ ലണ്ടനിൽ UK പഠിക്കാൻ പോയ ഒരു കുട്ടിയെ IS അവന്റെ ഉമ്മ അടക്കം ചേർന്ന് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചതും ഉമ്മയുടെ ആൺസുഹൃത്തും ചേർന്ന് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചതും ഇത് പുറം ലോകം അറിയുകയും വെഞ്ഞാറമൂട് പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടതുമൊക്കെ തന്നെ ഏതാനും ദിവസം മുൻപ് വലിയ വാർത്തയായിരുന്നു. ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് ISന്റെ വിവിധ വിഭാഗങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരുടെ ചരിത്രവും ഒക്കെ തന്നെ നമ്മളെന്ന് പരാമർശിച്ചിരുന്നു. സോണിയ സെബാസ്റ്റിന്റെയും നിമിഷ ഫാത്തിമയുടെയും ഒക്കെ തന്നെ കഥകളെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഒരു നീക്കം ഇപ്പോൾ ഈ കുട്ടി 16 വയസ്സുള്ള കുട്ടി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതായുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അത് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ്. ഈ അമ്മ തന്നെ, അമ്മയും അമ്മയുടെ ആൺസുഹൃത്തും ഈ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചു, സമൂഹത്തിന് എതിരായി ചിന്തിക്കാൻ തന്നെ പ്രേരിപ്പിച്ചു. ഒരിക്കലും ഒരു മാതാവിൽ നിന്ന് ഇത്തരം ഒരു അനുഭവം ആ കുട്ടി പ്രതീക്ഷിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിരന്തരം ബ്രെയിൻ വാഷ് ചെയ്തു. നിരന്തരം ഈ കുട്ടിയെ ISമായി ബന്ധപ്പെട്ട തലവെട്ടൽ വീഡിയോകൾ അടക്കം കാണിച്ചു. അതുപോലെ തന്നെ മത തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ശ്ലോകങ്ങളായിട്ടും മറ്റും ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. അതുപോലെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്ത് ഈ കുട്ടിയുടെ മനം മാറ്റാൻ നിരന്തരം ഈ അമ്മയുടെ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തി അടക്കം ശ്രമിച്ചു എന്നുള്ളതാണ്. ഇയാളുടെ പേര് അൻസാർ അസ്ലാം എന്നാണ്. ഒടുവിൽ ഇതൊന്നും വഴങ്ങാതെ വന്നപ്പോൾ ഈ പയ്യനെ ഭീഷണിപ്പെടുത്തി വിരട്ടി കൊല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് ഇയാളെ ISലേക്ക് ചേരാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു. അത് ആ കുട്ടി തന്നെ ഒരു മാധ്യമത്തോട് പറഞ്ഞതാണ്. ഈ അൻസാർ അസ്ലം തന്റെ ജീവിതവും കുടുംബവും തന്റെ മാതാവിനെയും നശിപ്പിച്ചു എന്നാണ് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഈ കുട്ടി പറയുന്നത്. അൻസാറാണ് ISIS വീഡിയോകൾ കാണിച്ചു തന്നത്. എനിക്ക് എന്റെ അമ്മയെ ഇഷ്ടമാണ്, അമ്മയും എന്നെ സ്നേഹിക്കുന്നു, അസ്ലം കാരണം അമ്മ എന്നെ വിട്ടുപോയി, അമ്മയെ തിരികെ വേണമെന്നാണ് കുട്ടി പറയുന്നത്. അൻസാർ അസ്ലമിൽ നിന്നും സിദ്ദിഖി അസ്ലമിൽ നിന്നും തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും അമ്മ നിർബന്ധിച്ചത്. അമ്മയ്ക്കും അൻസാർ അസ്ലാമിനും ഇടയിലുള്ള ബന്ധം തനിക്ക് ഇഷ്ടമല്ലെന്നും അതുപോലെ തന്നെ അമ്മയെ ബ്രെയിൻ വാഷ് ചെയ്ത് ഭീകരവാദിയാക്കി എന്നുമാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ പയ്യൻ പറഞ്ഞത്. അൻസാർ അസ്ലാമും അയാളുടെ സഹോദരനും ചേർന്നാണ് ഈ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്തത്. ഈ കുട്ടിയുടെ അമ്മയെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് കൂടെ കൂട്ടി മത തീവ്രവാദിയാക്കി, ആ ഒരു ചിന്താഗതിക്കാരിയാക്കി മാറ്റി എന്നുള്ള കാര്യവുമാണ് ഇയാൾ പറയുന്നത്. ഇപ്പോൾ NIAയുടെയും ഒക്കെ നിരീക്ഷണത്തിലാണ് ഈ അൻസാർ എന്ന് പറയുന്ന വ്യക്തി. ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കേരളത്തിലും തമിഴ്നാട്ടിലും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിന് 2016 NIA രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയാണ് സിദ്ദിഖി അസ്ലം എന്ന ഈ അൻസാർ അസ്ലമിന്റെ സഹോദരൻ. 3 വർഷം മുമ്പ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. കനകമല ഭീകരവാദ കേസിലുമൊക്കെ ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. അത്രയും ഗുരുതരമായ ഒരു വിഷയം. ഇത്തരത്തിൽ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ISലേക്കും മറ്റ് തീവ്രവാദ ഏജൻസികളിലേക്കും റിക്രൂട്ട് ചെയ്യുന്ന നിരവധി ഏജൻസികളും വ്യക്തികളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് IBക്കടക്കം NIAക്കടക്കം റോയ്ക്കടക്കം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ കേരളത്തിലെ അന്വേഷണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഒരു പരിശോധന നടത്താനും ഇവിടെ എത്ര വിദ്യാലയങ്ങൾ, അതായത് ഒരുപാട് ഈ മത തീവ്രവാദ ഗ്രൂപ്പുകളുടെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ തോന്നിക്കുന്ന സംഘടനകളുടെ, പേരുള്ളതും പേരില്ലാത്തതുമായ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന എത്രയോ വിദ്യാലയങ്ങളുണ്ട്. ഇവിടെയൊക്കെ എന്താണ് നടക്കുന്നത്? ഒന്നും വേണ്ട, മദ്രസകളിൽ എന്താണ് നടക്കുന്നത്? ഇതൊന്നും പരിശോധിക്കാനും അന്വേഷിക്കാനും ഇവിടെ ആരുമില്ലേ? ഇവിടെ ഭാവി തലമുറ, അതായത് മതക്കാരനുമാകട്ടെ മതക്കാരിയുമാകട്ടെ, ആ ഭാവി തലമുറയെ കൂടി അവരുടെ മനസ്സിൽ കൂടി മതഭീകരവാദത്തിന്റെ വിത്തുകൾ പാകി മുളപ്പിച്ച് വലിയ വടവൃക്ഷമാക്കാൻ വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന, അതിനുവേണ്ട മോഡ്യൂളുകൾ അവരുടെ കയ്യിലുണ്ട്, അതിനൊക്കെയുള്ള സിലബസ് അവരുടെ കയ്യിലുണ്ട്. അവരതാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത്. അതിന്റെ മറ്റൊരു മുഖമാണ് നമ്മൾ ഈ വെഞ്ഞാറമൂട്ടിലെ ഈ ആറ്റിങ്ങലിലെ ഈ കുട്ടിക്ക് ഉണ്ടായ അനുഭവം. കുട്ടി വളരെ വേദനയോടുകൂടിയാണ് ഈ അനുഭവങ്ങൾ പങ്കുവച്ചത് എന്നുള്ള റിപ്പോർട്ടാണ്. എന്തൊക്കെയായാലും ഇതൊക്കെ അവസാനിപ്പിച്ചേ പറ്റും. ഇതിനൊക്കെ ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക. IS പോലുള്ള അല്ലെങ്കിൽ ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് പോലുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് കേരളത്തിൽ നിന്ന് കൊച്ചുകുട്ടികളെ വരെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികൾ ഇവിടെ തഴച്ചു വളരുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ IBക്കും മറ്റും മനസ്സിലായിരിക്കുന്നത്. തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് സത്വരമായ നടപടികൾ കൈക്കൊള്ളണം. ഇല്ലെങ്കിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനായാലും ഭാവി തലമുറ തീവ്രവാദികളുടെ ഒരു തലമുറയായി വളരാനും മാറാനുമുള്ള വലിയ സാധ്യതകളാണ് കൽപ്പിക്കപ്പെടുന്നത്.